ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ടത്തോരനാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മുട്ടത്തോരനാണ്. ചോറിനൊക്കെ നല്ല ടേസ്റ്റാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ചെറിയ സവാള ആണെങ്കിൽ 2 എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് 2 3 പച്ചമുളക് കീറി വെച്ചത്, അതുപോലെ 4 5 വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ വേണ്ടത് വറ്റൽമുളക് ചതച്ചതാണ്. അത് ഞാൻ കുറച്ച് വറ്റൽമുളക് നേരത്തെ ചതച്ച് വെച്ചതിൽ നിന്നും 2 ടീസ്പൂൺ എടുത്തതാണ്. നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർക്കുന്നത്. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോവാതെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. 1 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന സവാളയാണ്. സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സവാള ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ സ്പൂണിന് 1/4 ഭാഗമോളം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് അധികമാവാതെ ശ്രദ്ധിക്കണം. മുട്ട ആയതുകൊണ്ട് അധികം ഉപ്പ് വേണ്ട. ഇപ്പോൾ ഇതൊക്കെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട കഷണങ്ങൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.